ഹായ് ഹലോ, എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഇപ്പം 2 ദിവസമായി ഞാൻ ചെയ്യുന്ന വീഡിയോ ഷോർട്ടാണേലും ചെയ്യുന്നത് എല്ലാം വെള്ളപ്പൊക്കത്തിൻ്റെയാണ്. പല സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, എന്നെക്കൊണ്ട് കഴിയുന്ന ഏതൊക്കെ സ്ഥലത്ത് പോകാൻ പറ്റുന്നുണ്ട് അവിടെയൊക്കെ പോകുന്നുണ്ട്. അവിടുത്തെ വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ട്, ആൾക്കാരുമായിട്ടെല്ലാം ഇടപെടുന്നുണ്ട്, കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അപ്പം ക്യാമ്പിലൊക്കെ നമ്മൾ ജസ്റ്റ് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ കൂടെ എൻ്റെ കസിൻ ഉണ്ടായിരുന്നു, എൻ്റെ മൂത്ത മോനുണ്ടായിരുന്നു. മോനെ എന്തിനു കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം. അതിലൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം അവനറിയത്തില്ല ഇതിൻ്റെ കഷ്ടപ്പാടും കാര്യങ്ങളും. പറഞ്ഞ പോലെ എനിക്കും അത്ര വലിയ ഇതില്ല. എന്നുവെച്ചാൽ ഇവിടെ വെള്ളം കയറുന്ന ഒരു ഏരിയയല്ല ഞങ്ങളുടെ ഈ കുമ്പനാട് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ഇച്ചിരി പൊക്കമുള്ളൊരു ഏരിയയാണ്. കുറച്ച് ദൂരം പോയെങ്കിൽ നമുക്കറിയാൻ പറ്റും പലരുടെയും കഷ്ടപ്പാട്. ഞാൻ കണ്ട ആ കഷ്ടപ്പാട് എൻ്റെ കുഞ്ഞും കൂടെ അറിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവനെയും കൂട്ടി ഞാൻ പോയത്. ചെറുപ്പത്തിലെ ചെറിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്, അല്ലാതെ എപ്പോഴും ആർഭാടത്തോടെ ഇരിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ, അല്ലേ ചേച്ചിയേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ കൊണ്ടുപോയതും. അവനല്ലേലും എൻ്റെ കൂടെ വരും. അങ്ങനെയാണ്, ഞാൻ എവിടെ പോയാലും അവൻ എൻ്റെ കൂടെ വരും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇരവേരി, ചെട്ടിമുക്ക്, മാരാമണ്ണ്, കോഴഞ്ചേരി ഒക്കെ പോയപ്പം കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞത് ഭയങ്കരം തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളത് 2018 പ്രളയം, ആ സമയത്താണ്. അത് കഴിഞ്ഞിട്ടും മഴകളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരെണ്ണം അന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ 2018 ഞാൻ ഇതുപോലെ മഴ ഓൾറെഡി കർക്കിടക മാസമാണ്. ഇപ്പം അന്ന് കർക്കിടകം തന്നെ, അത് കഴിഞ്ഞിട്ടുള്ള സമയമായിരുന്നല്ലോ. അപ്പം ആ വ്രതത്തിൻ്റെ കൂടെ തന്നെ എക്സ്ട്രാ ഒരു വ്രതവും കൂടെ അങ്ങ് എടുത്തു, മഴ കുറയ്ക്കാൻ. എന്നെക്കൊണ്ട് കൂടുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചിന്തിച്ച് പോയിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പം എത്രത്തോളം മാറി. അന്നൊക്കെ ഇങ്ങോട്ട് വന്ന ആവശ്യമില്ലാതെ ചൊറിഞ്ഞാലും മാന്തിയാലും അത് വാങ്ങിച്ചുകൊണ്ടിരുന്ന മോങ്ങുന്ന ഒരു ശോഭയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ജീവിത പല പാഠങ്ങളും എന്നെ പഠിപ്പിച്ചു. ഇങ്ങോട്ട് ചൊറിയുകയോ മാന്തോ വല്ലതും ചെയ്താൽ തിരിച്ച് അതിൻ്റെ അപ്പുറത്തേത് കൊടുക്കണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. പലരും വീഡിയോസിലാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന കാര്യം അത് കണ്ട് സഹായിക്കാൻ പോകരുതെന്ന് മനസ്സിലായി. പലർക്കും വേണ്ടിയിട്ട് ആരോടും യുദ്ധത്തിന് പോകരുതെന്ന് മനസ്സിലായി. സ്നേഹം ശരിക്കും ഉള്ളത് അച്ഛൻ്റെയും അമ്മയുടെയും മക്കളുടെയും ഭർത്താവിൻ്റെയും ഒക്കെ അടുത്താണെന്നുള്ളത് മനസ്സിലായി. അല്ലാതെ വേറെങ്ങും സ്നേഹത്തിന് വിലയില്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ജീവിതം പല പാഠങ്ങളും എന്നെ പഠിപ്പിച്ചു. അന്നത്തെ എൻ്റെ പ്രായം എന്ന് പറയുന്നത് വെറും 22-23 വയസ്സാണ്. ഇന്നിപ്പോൾ അതിനെക്കാട്ടിലും നല്ല പ്രായമുണ്ട്. നല്ല പ്രായം എന്ന് പറയുമ്പോൾ 40-45 വയസ്സൊന്നുമില്ല. എത്ര കൂട്ടിയാൽ കാണുമായിരിക്കും, ഒന്ന് കൂട്ടി നോക്കുക. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം, എല്ലാവരും സേഫായിട്ടിരിക്കുക. ആവശ്യമില്ലാതെ നിങ്ങളാരും കാറുമായിട്ട്, പ്രത്യേകിച്ച് കാറുള്ളവർ കാറുമായിട്ട് വെളിയിലിറങ്ങാതിരിക്കുക. സ്കൂട്ടറാണേലും ശരി, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇതിലെ എപ്പോൾ എങ്ങനെ കയറി വരുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് നദികളുടെ പോക്ക്. ഇന്ന് എനിക്ക് കണ്ടതിൽ നിന്നും മനസ്സിലായ കാര്യമാണ് ഞാനീ പറയുന്നത്. അതുപോലെ തന്നെ ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ അടുത്താണ് എൻ്റെ അപ്പച്ചിയുടെ വീടെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ എഞ്ചിനീയറിംഗ് കോളേജ് പകുതിയോളം മുങ്ങിയിട്ടുണ്ട്. അത് എല്ലാ വെള്ളപ്പൊക്കത്തിലും എപ്പോഴും ഉള്ളതാണ്. അപ്പം എല്ലാവരും മാക്സിമം സേഫായിട്ടിരിക്കാൻ നോക്കുക. ആവശ്യമില്ലാതെ വെളിയിൽ ആവശ്യമില്ലാതെ ഇറങ്ങരുത്. എല്ലാവരും എന്താ പറയുക, എന്തെങ്കിലും മെഡിസിൻസ്, ഫുഡിനുള്ള സാധനങ്ങൾ, പിന്നെ വുമൻസിന് പല കാര്യങ്ങളും ആവശ്യം വരും. അതൊക്കെ ഉള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെളിയിലിറങ്ങുക. കൊച്ചു കുഞ്ഞുങ്ങളെ വെളിയിലിറക്കാതിരിക്കുക. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് തടുത്ത് നിർത്താൻ പറ്റും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പം പല സ്ഥലങ്ങളിലായിട്ടും 2-3 ദിവസമായിട്ട് കുഞ്ഞുങ്ങളുടെ ഡെത്ത് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്, വേറൊന്നും അല്ല. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക.
നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും ബാക്കിയുള്ളവർ ശ്രദ്ധിക്കും എന്നാ ഒരിതിൽ പോവാതെ ഇപ്പം എന്തെങ്കിലും ആവശ്യം വരുമ്പം ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരും കാണും കൂടെ. എന്നാൽ പോലും നമ്മളെപ്പോഴും നമ്മുടെ മക്കളുടെ മേലൊരു കണ്ണ് വേണം, അല്ലാതെ പറ്റത്തില്ല. പിന്നെ ഞാൻ പോയ സ്ഥലങ്ങളിലെ കണ്ട കാഴ്ചകൾ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. എൻ്റെ കൂടെ ദേവാജു ഉണ്ടായിരുന്നു. അവൻ വെള്ളത്തിലിറങ്ങി. അത്ര വെള്ളമൊന്നും ഇല്ല, അതുകൊണ്ട് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കി. അങ്ങനെ അന്നേരം അവൻ കാണിച്ച് കുറച്ച് കുസൃതിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒന്നും വിചാരിക്കരുത്, അവൻ അവനൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഓരോ സ്ഥലത്തെയും പറയുമ്പോൾ ഞാൻ അതിനകത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരാം. ഏത് സർക്കാരാണേലും, ഇപ്പോൾ UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, ആര് വന്നാലും ഒരു പ്രളയം ഉണ്ടായാൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ ഒരുമിച്ച് കൈ കോർത്ത് മുന്നോട്ട് പോകുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തിനെയാണേലും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. അതാദ്യം മനസ്സിലാക്കണം. ഇപ്പോഴും രാഷ്ട്രീയം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലാൻ നിൽക്കാതെ, സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവരെയും കൂടെ പരിഗണിച്ച് മുന്നോട്ട് പോകാൻ നോക്കണം. അതാണ് വേണ്ടത്. നമ്മൾ 2018 പഠിച്ചതാണ്. അന്ന് പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഒന്നുമില്ലാതെ എല്ലാവരും ഒരു ക്യാമ്പിൽ ഒരുപോലെ കഴിഞ്ഞവരാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പം എല്ലാവരും പിന്നെ അത് മറന്ന് പഴയതുപോലെ. അപ്പം എന്തായി, ഒന്നും കൂടെ ദൈവം നമ്മൾ ഓർമ്മിപ്പിക്കുന്നതാണ് ഇതിങ്ങനെ വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഹങ്കാരം കൂടുമ്പം അത് കുറയ്ക്കുന്നതും ദൈവം, കൂട്ടുന്നതും ദൈവം. ഇപ്പം ബൈബിളിലാണേലും ഈ രാമായണത്തിലാണേലും ഭഗവത്ഗീതയിലാണേലും എല്ലാ അഹങ്കാരത്തെക്കുറിച്ച് നല്ല രീതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മുസ്ലിംസിൻ്റെ ഇതിലാണേലും പറയുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി പോകാതെ, അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കാതെ, പ്രത്യേകിച്ച് മീഡിയക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഒരു ദുരന്തം ഉണ്ടായിക്കഴിയുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പാർട്ടിപരമായിട്ട് അതിനെ വളച്ചൊടിക്കാതെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുക. മെയിനായിട്ട് പല സ്ഥലങ്ങളിലും ഇപ്പം മക്കൾ വെളിയിലായിരിക്കാം, അല്ലെങ്കിൽ പേരൻസ് ആരെങ്കിലും വെളിയിലുണ്ടായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ ഈ കൊടുത്തു വിടുന്ന ടൈറ്റിൽസ് വായിക്കുമ്പോൾ ശംഖ് പൊട്ടുന്ന രീതിയിലുള്ള ചില ടൈറ്റിൽസ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, വെളിയിലുള്ള നമ്മുടെ മക്കളായാലും ഭർത്താക്കന്മാരായാലും ഭാര്യയാണേലും ആരാണേലും ഒന്ന് ജസ്റ്റ് പേടിക്കും ഈ ടൈറ്റിലെല്ലാം കണ്ടു കഴിയുമ്പോൾ. അതിന് മെയിനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യുദ്ധം, ഗൾഫ് രാജ്യങ്ങളിലുണ്ടായ യുദ്ധത്തെക്കുറിച്ചാണ്. ആ യുദ്ധത്തിന് എന്തൊക്കെ ടൈറ്റിലാണ് നിങ്ങൾ കൊടുത്തിരുന്നത്? പക്ഷേ നമ്മൾ വെപ്രാളപ്പെട്ട് നമ്മൾ വിളിച്ചു ചോദിക്കുമ്പോൾ അവിടെ കുഴപ്പമില്ല, സേഫാണ്. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ലെന്നാണ് അവിടെ നിന്ന് നമ്മൾ അറിയുന്നത്. കുറേയൊക്കെ നമ്മളിൽ നിന്ന് ഒളിപ്പിച്ച് വെക്കും അവർ. നമ്മൾ വെറുതെ പേടിക്കാൻ, ടെൻഷൻ അടിക്കും എന്ന് വിചാരിച്ചിട്ട്. അതും ശരിയാണ്. പക്ഷേ എല്ലാം ഇപ്പം മീഡിയക്കാർ പറയുന്ന സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കാനും പറ്റത്തില്ല. കാരണം റീച്ചിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും, അതും അറിയാം. അത് ഞാൻ ഈ ചാനൽ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ഞാനും മനസ്സിലാക്കി, റീച്ചിന് വേണ്ടി ആൾക്കാർ എന്തും ചെയ്യുന്ന ആൾക്കാരാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പം ഞാൻ ഇടുന്ന വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ക്യാമ്പുകളിൽ നിന്ന് നമുക്കിനി ഒന്ന് പോകണം. അങ്ങോട്ട് വെള്ളമുണ്ടോ ചാ? ഏതാ അക്വേറിയത്തിൻ്റെ അവിടം വരെയോ? ഇതിപ്പം നമ്മൾ അക്വേറിയത്തിന് അവിടോട്ട് പോകുന്നതാണ്. ഉണ്ടോ? പുറപ്പെടുന്നീ. ഇട്ട് അയ്യോ, അതല്ല ഓഫ് റോഡ്. ഇത് ഓഫ് റോഡുകാരാ ഇപ്പൊ പോകുന്നത്.
വേണ്ട ഇവിടം വരെ വരും. ഉണ്ടോ ഇവിടം വരെ വരുമ്പോ കാലിന്റെ ഉണ്ടോ ഇവിടെ വരുമ്പോ ഇച്ചിരി ടഫ് ആവുന്നുണ്ട്. കാര്യം ഒഴുക്കും എല്ലാം കൂടെ ആയപ്പോ തന്നെ ഭയങ്കര ടഫാ റോഡ് ടഫാ. ആ സ്പീഡ് എടുത്ത് പൊക്കോ. നിർത്തല്ലേ കണ്ടോ ആ പെട്ട്. അച്ഛാ സ്കൂട്ടർ ഓഫ് ആയോ? ഇല്ല ഇവിടെ വരുമ്പോ ടഫാ. ഉണ്ടോ ടഫാവുന്നുണ്ടോ? ഉണ്ടോ ഇത്രയും നേരെ ടഫാവുക റോഡ്. കണ്ടോ ഇനി കുഴപ്പമില്ലാത്തത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ ആ ടേണിങ്ങും ഇതിലും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അതാണ്ട് അങ്ങോട്ട് കണ്ടോ ചെറുതല്ല. ആ സൈഡ് മൊത്തം വെള്ളം കയറിയിട്ടില്ല. അതാണ് ആ റോഡ് കണ്ടോ. ആ ഒരു കാറിപ്പോൾ പോയാൽ അവിടം വരെ ഉള്ളൂ ഇത്. ഇവിടെയും അത് തന്നെ. ഇന്നലെ ഒത്തിരി ഉണ്ടായിരുന്നു ആൻറ്റി. കട്ടിനടിയെല്ലാം കിടക്കുന്നവരുണ്ടായിരുന്നു വീടിനകത്ത്. ആ ലെവലിൽ വെള്ളം അതിന്റെ ആ ബോർഡിന്റെ അത്ര അതെ വെള്ളം കാണുന്നില്ല. ആ നനവെള്ളം അത്രേ ഉണ്ടായിരുന്നല്ലേ. എന്ത് വെള്ളം ഉണ്ടായിരുന്നു എന്ത് കുറഞ്ഞു. മാറിക്കോ. അങ്ങോട്ടങ്ങ് പോവാ. അങ്ങോട്ടങ്ങ് പോവാ. കാരണം അതുകൊണ്ടോ അവര് റിസ്ക് തോന്നുന്നു. ചെറിയ തോടായിരുന്നു. ചെറിയ തോടാ. ആ തോട് നിറഞ്ഞിട്ട് അത് അങ്ങോട്ടങ്ങ് പോവാ. അങ്ങോട്ട് പോവാ. അതാ കേറുവാ. പോക്കറ്റ് ഇട്.
ഞാനും താന്നു, നീയും താന്നു. ഷോർട്സ് ഇട്ടാ മതിയായിരുന്നു. നമുക്ക് പവറുടാ. എന്തുവാണ് വെയിറ്റ് ഇല്ലാത്ത ലോറി ഒരു വെയിറ്റ് ഉള്ള ഒരു അണ്ണനെ വലിച്ചോണ്ട് പോകുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കാണുക. ആ പൊട്ടി 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 കണ്ണാണ്. എടാ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്നിച്ച് ഒരു കൈ ഓർത്ത് മുന്നോട്ട് പോകാൻ നോക്കുക. ഇതേ പറയാനുള്ളൂ.